നമസ്കാരം. എല്ലാ NTV പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 2025 ജനുവരി മാസം 20-ാം തീയതി 1200-ാം ആണ്ട് മകരമാസം 7-ാം തീയതി തിങ്കളാഴ്ച. ഇന്ന് അത്ത നക്ഷത്രമാണ്. അത്ത നക്ഷത്രം നക്ഷത്രങ്ങളിലെ ശുഭനക്ഷത്രങ്ങളിൽ പെടുന്ന ഒന്നാണ് അത്തം. മാത്രമല്ല ശരിക്ക് അത്ത നക്ഷത്രക്കാർ ചന്ദ്രദശയിലാണ് ജനിക്കുകയും ചെയ്യണേ. ദശാനാഥനും കൂടി ചന്ദ്രനാണ്. അപ്പോൾ ചന്ദ്രൻ്റെ ദിവസം തന്നെ വന്നിരിക്കുകയും ചെയ്യാണ്. അപ്പോൾ ഏറ്റവും ശുഭപ്രദമായ ദിവസം തന്നെയാണ് ഇന്നും. ശുഭകാര്യങ്ങൾക്കെല്ലാം അനുകൂലപ്രദമായ ഒരു ദിവസം തന്നെയാണ്. അപ്പോൾ എന്ത് ശുഭകാര്യത്തിനും നമുക്ക് ഇറങ്ങുന്ന കാര്യങ്ങൾ വിജയത്തിലേക്ക് വരും. വളരെ സന്തോഷപ്രദമായ അവസ്ഥകൾ വന്നു ചേരും. അപ്പോൾ ഒരു കാര്യത്തിൽ അറച്ചു നിൽക്കരുത്. നമുക്ക് ഏറ്റവും ശോഭനമായിട്ട് ചിലപ്പോൾ ഒരാഴ്ചയിൽ തന്നെ 1-2 ദിവസങ്ങൾ മാത്രമേ കിട്ടാറുള്ളൂ. നക്ഷത്രവും അതുപോലെ അന്നത്തെ ദിവസവും എല്ലാം കൂടി ചേർന്ന് വരുന്ന ദിവസം. അപ്പോൾ ആ ദിവസങ്ങൾ നമ്മൾ മാക്സിമം വിനിയോഗിച്ചോളുക. എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ അന്ന് മാറ്റിവെക്കാതെ കാര്യങ്ങൾ ചെയ്യുക. നാളെ ചെയ്യേണ്ടത് ഇന്നും കൂടി അങ്ങ് ചെയ്ത് തീർത്തോളുക. കാരണം ചെയ്യുന്നതിന് റിസൾട്ട് കിട്ടും. അതുപോലെ അത്ത നക്ഷത്രം ധനുമാസത്തിൽ മകരമാസത്തിലെ അത്ത നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ വളരെ ഭാഗ്യദായകമായ ഒരു വർഷമായിരിക്കും നിങ്ങൾക്ക്. അപ്പോൾ നമുക്ക് വളരെ ഗുണഫലത്തെ കൊടുക്കുന്ന ഒരു വർഷമാണ്. പ്രത്യേകിച്ച് സാമ്പത്തിക നേട്ടം വന്നു ചേരും. വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വീട് വയ്ക്കാൻ സാധിക്കും. വീട് തുടങ്ങി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ വിഷമിച്ചിരിക്കുന്നവർക്ക് വീട് പൂർത്തിയാക്കാൻ പറ്റും. അതുപോലെ വാഹനം വാങ്ങാനായിട്ട് അനുകൂലപ്രദമായ ഒരു വർഷമാണ്. മാത്രമല്ല വിദേശത്ത് ജോലി നോക്കാനോ വിദേശത്ത് അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിലേക്ക് വിദേശത്തുള്ളവർ തന്നെ മറ്റ് രാജ്യങ്ങളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒക്കെ അനുകൂലപ്രദമായ ഒരു വർഷമാണ് നിങ്ങളുടേത്. അതുകൊണ്ട് നമുക്ക് അനുകൂലപ്രദമായ ഒരു വർഷം വന്നിരിക്കുന്ന സ്ഥിതിക്ക് നമ്മൾ അതിനെ മാക്സിമം വിനിയോഗിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഒരു ദിവസവും നമുക്ക് കളയരുത്. നമുക്കിങ്ങനെ എല്ലാ വർഷവും അങ്ങനെ അനുകൂലപ്രദമായി കിട്ടണമെന്നൊന്നുമില്ല. ഗ്രഹങ്ങളൊക്കെ ചിലപ്പോൾ ചാരവശാൽ ഭാഗ്യസ്ഥാനത്തും ഒക്കെ വന്നാലും നമുക്ക് ഇതുപോലെ ജനിച്ച മാസത്തിനും അതുപോലെ ജനിച്ച ദിവസത്തിനുമൊക്കെ ആസ്പദമാക്കി വരുമ്പോൾ പലപ്പോഴും ഫലം കിട്ടാതെ പോകുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ അതിന് അനുകൂലപ്രദമായ ഒരു വർഷമായതുകൊണ്ട് നിങ്ങൾ അതിനു വേണ്ടി നല്ല പോലെ ശ്രമിക്കണം. ആ ശ്രമഫലം ഉണ്ടാവും. അതുപോലെ ഇന്ന് നല്ല ദിവസമാണ്. ഓരോ കാര്യത്തിന് പോകുമ്പോൾ രാവുകാലത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് വേണം യാത്ര തിരിക്കാൻ. 8:17 രാവുകാലം ആരംഭിക്കുന്നത് 9:43 വരെ. 8:17 ആരംഭിക്കണേ. സാധാരണ 7:30 മണി മുതൽ രാവുകാലം എന്ന് പറയുന്നത് ഇവിടെ 3/4 മണിക്കൂറിലേറെ വ്യത്യാസമുണ്ട് രാവുകാല സമയത്തിൽ. അപ്പോൾ രാവുകാലത്തിന് മുമ്പോ രാവുകാലത്തിന് ശേഷമോ ഏതെങ്കിലും ശുഭകാര്യങ്ങൾക്ക് ഇറങ്ങണം. ഒന്നാമത് ഇന്ന് ഒരാഴ്ചയുടെ ആരംഭമാണ്. അത് നമുക്ക് വളരെ ഗുണത്തെ കൊടുക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ട ദിവസമാണ്. അപ്പോൾ നോക്കി ചെയ്യണം. അതുപോലെ ഗുളികകാല സമയവും യമകണ്ഠ കാലവും ഒരു കാര്യത്തിനും എടുക്കരുത്. ഗുളികകാല സമയം 2:02 തൊട്ട് 3:28 വരെയും യമകണ്ഠകാല സമയം 11:09 തൊട്ട് 12:36 വരെയും. ഈ സമയം ഒരു ശുഭകാര്യത്തിനും എടുക്കരുത്. അതുപോലെ ഇന്നും അഭിജിത്ത് മുഹൂർത്തമുണ്ട്. എല്ലാ ദിവസവും ഉണ്ട്. അഭിജിത്ത് മുഹൂർത്തത്തിന് വളരെ പ്രാധാന്യമുണ്ട്. നല്ല ദിവസമാണ്. ധാരാളം മുഹൂർത്തമുള്ള ദിവസമാണ്. എന്നാലും അഭിജിത്ത് മുഹൂർത്തം 12:12 തൊട്ട് 1 മണി വരെയാണ് അഭിജിത്ത് മുഹൂർത്ത സമയം. അതുപോലെ ഇന്നും നമ്മൾ ഓരോ കാര്യത്തിന് ഇറങ്ങാൻ ഞാൻ പറഞ്ഞു. ഇറങ്ങുമ്പോൾ നമ്മൾ വീട്ടിൽ നിൽക്കുമ്പോഴും ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ ഒരു ശുഭ്രവസ്ത്രധാരിയായിട്ട് പോകണം. വെളുത്ത വസ്ത്രമോ അല്ലെങ്കിൽ പേളിൻ്റെ കളറിലുള്ള വസ്ത്രമോ ഒക്കെ ധരിച്ച് വളരെ ഭംഗിയായിട്ട് പോകണം. ഭയങ്കര ചന്ദ്രനെ പോലെ ശോഭിക്കും. ചന്ദ്രൻ്റെ പ്രകാശം അവരിലേക്ക് വലിച്ചെടുക്കുകയും അവർ പോകുന്നിടത്ത് വളരെ ശോഭിക്കും. അവരിലേക്ക് പോസിറ്റീവ് എനർജി വർദ്ധിക്കുകയും അവരിലുള്ള ഓറ പ്രകാശിക്കുകയും ചെയ്യുന്നതാണ്. അത് ചെയ്തു പോവുക. ഇന്നത്തെ ദിവസം പൊതുവേ നല്ല ദിവസമാണ്. എല്ലാവർക്കും, ഈ നക്ഷത്രക്കാർക്കൊന്നും അല്ല, എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.